ആ പേരോ ഒളിച്ചിരിക്കുന്ന ഇടമോ ഞങ്ങൾക്ക് പ്രശ്നമല്ല. എവിടെയാണോ അവിടെ കയറി തീർത്തിരിക്കും. ആയത്തുള്ള മുജ്തബയുടെ ചാവടുത്തെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ക്യാറ്റ്സിന്റെ പ്രഖ്യാപനം. ഇസ്രായേൽ ഇപ്പോൾ ഒരു ഘോര യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഇസ്രായേലിനെ കയറി അടിക്കാൻ ഇറാൻ പ്ലാൻ ഇടുന്നുവെന്ന രഹസ്യ വിവരം മൊസാദ് തൂക്കിയിട്ടുണ്ട്. ഇത് വെറും ഊഹാപോഹമല്ല, അതിന്റെ ചില തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. സൈനിക സുരക്ഷാ സംവിധാനത്തിൽ ഇറാൻ വലിയ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഫാസിജ് സുരക്ഷാ സേന, ആംഡ് ഫോഴ്സസ് ജനറൽ സ്റ്റാഫ് എന്നിവയിൽ 6 മുതിർന്ന കമാൻഡർമാരെ മുജ്തബ ഖമനേയി ഇപ്പോൾ തിടുക്കപ്പെട്ട് നിയമിച്ചിട്ടുണ്ട്. ഇതോടെയാണ് ഇറാൻ ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ടോ എന്നുള്ള സംശയം ഇസ്രയേലിന് ഉടലെടുത്തിരിക്കുന്നത്. തുടർന്ന് ഒരു യുദ്ധത്തിന് സർവ്വസജ്ജമായി നിൽക്കുകയാണ് ഇസ്രയേലും. ഇതുവരെ അമേരിക്കയുടെ വാക്കും കേട്ട് മുജ്തബയെ വിട്ടുവെച്ച ഇസ്രയേൽ ഇനി അതിന് തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അലി ഖമനേയിയെ പോലെ മുജ്തബ ഒരു ഇരയെ അല്ല തങ്ങൾക്ക്. എന്നാൽ ജൂതനെ കത്തിക്കുമെന്ന കൊലവിളി നടത്തിയ മുജ്തബ ഇനി ഭൂമുഖത്ത് വേണ്ട എന്നാണ് ഇസ്രയേൽ ക്യാറ്റ്സ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തളർന്നു കിടക്കുന്ന പശ്ചിമേഷ്യയിലെ ഇറാൻ പ്രോക്സികളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും അവരിലേക്ക് ആയുധം എത്തിക്കാനും മുജ്തബയുടെ നേതൃത്വത്തിൽ IRGC നീക്കം നടത്തുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ വീണ്ടും ഭീകര ഗ്രൂപ്പുകളെ ഉയർത്തിക്കൊണ്ട് ഇസ്രയേലിന് നേരെ അവരെ ഇറക്കി വിടാനുള്ള നീക്കമാണ് മുജ്തബയും IRGCയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും തങ്ങൾ ക്ഷമിക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവും കൂടിയാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം വീണ്ടും യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നതിന്റെ എല്ലാ സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു. ജൂതരെ കൊല്ലണമെന്നൊരാഹ്വാനം മുജ്തബ നടത്തിയെന്ന് ക്യാറ്റ്സ് പറയുന്നു. ഇസ്രയേലിനെ നശിപ്പിക്കാനും അമേരിക്കയെയും സ്വതന്ത്ര ലോകത്തെയും ഭീഷണിപ്പെടുത്താനും ഇറാനിയൻ ഭരണകൂടം ആരെ നിയമിച്ചാലും അയാൾ വധിക്കപ്പെടും എന്നാണ് ക്യാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. പേരോ ഒളിച്ചിരിക്കുന്ന സ്ഥലമോ ഇതിന് തടസ്സമല്ലെന്നും ഇസ്രയേൽ ക്യാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ആയത്തുള്ള അലി ഖമനേയിയെ ഞങ്ങൾക്ക് തീർക്കാൻ അറിയാമെങ്കിൽ മുജ്തബയെ തീർക്കാനും അറിയാം എന്നാണ് ക്യാറ്റ്സ് പറയുന്നത്. ഇസ്രയേലിനെ നശിപ്പിക്കണം, അമേരിക്കയെ ആക്രമിക്കണം, ഇറാനിയൻ ജനതയെ അടിച്ചമർത്താനുമുള്ള പദ്ധതി തുടരാനും അതിന്റെ നേതൃത്വം നൽകാനും ഇറാനിയൻ ഭരണകൂടം നിയമിക്കുന്ന ഓരോ നേതാവും വ്യക്തമായ ഉന്മൂലനത്തിന് വിധേയമായിരിക്കും എന്നാണ് ക്യാറ്റ്സ് പറഞ്ഞത്. മുജ്തബ ഖമനേയും IRGCയും ചേർന്ന് ഈ യുദ്ധം ഒരു ഘോര യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പദ്ധതികളാണ് മെനയുന്നത്. ഇറാൻ ഭരണകൂടം, അതായത് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും മറ്റ് നേതാക്കളും ഈ യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്കയുമായി ഒരു കരാറിൽ ഒപ്പുവെക്കാനും തയ്യാറെടുത്തിരിക്കുമ്പോൾ അതിനെ തകിടം മറിച്ചുകൊണ്ട് യുദ്ധം തന്നെ എന്നുള്ള പ്രഖ്യാപനമാണ് മുജ്തബ നടത്തിയിരിക്കുന്നത്. മുജ്തബ ഭീകരവാദത്തിന് പദ്ധതിയിടുന്നു. അതായത് ഭീകരരെ രംഗത്തേക്ക് ഇറക്കിക്കൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള രീതികളാണ് പയറ്റുന്നത് എന്ന് മൊസാദും പറയുന്നു. ഭീകരവാദികളുമായി കൈകോർത്ത് ഭീകരവാദം വളർത്താൻ ശ്രമിക്കുന്ന മുജ്തബ ഇനി വേണ്ട എന്നാണ് ഇസ്രയേൽ പറയുന്നത്. 1969 ഇറാനിലെ മഷ്ഹദ് നഗരത്തിലായിരുന്നു മുജ്തബയുടെ ജനനം. ആയത്തുള്ള അലി ഖമനേയിയുടെ മുതിർന്ന പുത്രനാണ്. ചെറുപ്രായത്തിൽ തുടങ്ങി ദീർഘകാലമായി ഇറാന്റെ രാഷ്ട്രീയ സൈനിക മേഖലകളിലെ കരുത്തുറ്റ ഒരു സാന്നിധ്യവുമായിരുന്നു മുജ്തബ. അലി ഖമനേയിയുടെ ഓഫീസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നതും മുജ്തബ തന്നെയായിരുന്നു. അതായത് ആയത്തുള്ള അലി ഖമനേയി ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ വലങ്കൈയായി നിന്നിരുന്നത് ഈ മുജ്തബയാണ്. ഇറാൻ ഇറാഖ് യുദ്ധകാലം മുതൽ സൈനിക കേന്ദ്രങ്ങളുമായി സജീവ ബന്ധം പുലർത്തുന്ന ആളാണ് മുജ്തബ. IRGCയുമായി അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത്. മുജ്തബ ദീർഘകാലമായി ഇറാന്റെ രാഷ്ട്രീയ സൈനിക മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു അലി ഖമനേയിക്ക് ശേഷം പരമോന്നത നേതാവിന്റെ പദവിയിലേക്ക് മുജ്തബ എത്തുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന മുജ്തബ മാളത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രയേലിൽ ആക്രമണം നടത്താൻ കോപ്പുകൂട്ടുന്നത്. ഇവിടെ മുജ്തബയെ ഭയക്കേണ്ടുന്ന ഒരു കാര്യം, അതായത് മുജ്തബയെ ഇപ്പോൾ തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇസ്രയേൽ എഴുതി ചേർത്തിരിക്കുന്നതിന്റെ ഒരു കാരണം എത്രയും പെട്ടെന്ന് ആണവായുധം നിർമ്മിച്ചെടുക്കാൻ അതിനുവേണ്ട ആഹ്വാനവും കൂടി നടത്തിയിട്ടുണ്ട് മുജ്തബ ഖമനേയി. അതുകൊണ്ട് തന്നെയാണ് മുജ്തബ ഇനി വേണ്ട എന്ന് ഇസ്രയേൽ തീരുമാനമെടുക്കാൻ കാരണവും. അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാലും ഇസ്രയേൽ കയറി അടിക്കുമെന്ന് ഇറാന് കൃത്യമായിട്ട് അറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് യുദ്ധത്തിന് തയ്യാറായി ഇറാൻ നിൽക്കുന്നത്. സൈന്യത്തെ മാത്രമല്ല പ്രോക്സികളെയും തയ്യാറാക്കി കഴിഞ്ഞു മുജ്തബയുടെ നേതൃത്വത്തിൽ IRGC. ദീർഘകാലം നീണ്ടു നിൽക്കാനിടയുള്ള വലിയൊരു സൈനിക ഏറ്റുമുട്ടലിന് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി
മുജിതബ സൈനിക കേന്ദ്രങ്ങളിൽ അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട പിതാവ് ആയത്തുള്ള അലി ഖമനേയ്ക്ക് പകരം മാർച്ചിൽ അധികാരമേറ്റ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് യുദ്ധകാല ഭരണകൂടത്തിന് ചുറ്റും സ്വന്തമായ ഒരു സുരക്ഷാ വലയം തീർക്കുകയാണ്. നയതന്ത്രം ഇപ്പോഴും ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന് ടെഹ്റാൻ വിശ്വസിക്കാത്തതിനാലും പോരാട്ടം തുടരുമെന്ന പ്രതീക്ഷയുള്ളതിനാലുമാണ് ഈ നിയമങ്ങൾ എന്നാണ് US ആസ്ഥാനമായുള്ള സെന്റർ ഫോർ ഇന്റർനാഷണൽ പോളിസിയിലെ സീനിയർ ഫെലോ സിന തൂസി പറയുന്നത്. സൈനിക സംവിധാനത്തിൽ വലിയ ഒരു അഴിച്ചുപണിയാണ് മുജിതബ ഖമനേയി നടത്തിയിരിക്കുന്നത്. ഫെബ്രുവരിയിൽ US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് പക്പൂറിന് പകരം ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയെ മേജർ ജനറൽ പദവിയോടെ IRGC കമാൻഡർ ഇൻ ചീഫായി ഔദ്യോഗികമായി നിയമിച്ചിരിക്കുന്നത്. ഒപ്പം മുസ്തഫ ഇസാദിയെ ഡെപ്യൂട്ടിയായും നിയമിച്ചിട്ടുണ്ട്. സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി മേജർ ജനറൽ അലി അബ്ദുള്ളാഹിയും ബാസിജ് സുരക്ഷാ സേനയുടെ തലവനായി ഹുസൈൻ താബും ചുമതലയേറ്റിട്ടുണ്ട്. ഇവരെല്ലാവരും IRGCയും ഖമനേയുമായിട്ട്, അതായത് മുജിതബയുമായിട്ട് വലിയ വലയത്തിലുള്ള ആൾക്കാരാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ പദ്ധതി മെനയുന്നത്. 1970കളുടെ അവസാനത്തിൽ IRGC രൂപീകരിച്ച കാലം മുതൽ അതിന്റെ ഭാഗമായ വാഹിദി 1980കളിൽ ഇന്റലിജൻസ് സൈനിക വിഭാഗങ്ങളിൽ പ്രധാന പദവികൾ വഹിച്ച് ഉയർന്നു വന്നയാളാണ്. 1988 മുതൽ 1997 വരെ അദ്ദേഹം എലൈറ്റ് ഖുദ്സ് ഫോഴ്സിനെ നയിച്ചിരുന്നതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1998 ഇദ്ദേഹം ഖുദ്സ് ഫോഴ്സിന്റെ നേതൃത്വം ഖാസിം സുലൈമാനിക്ക് കൈമാറുകയായിരുന്നു. ഇറാന് പുറത്തുള്ള രഹസ്യ നീക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന IRGCയുടെ പ്രത്യേക വിഭാഗമാണ് ഖുദ്സ് ഫോഴ്സ്. ഇപ്പോൾ പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിൽ ഇറാന്റെ സൈന്യത്തെ നയിക്കാനുള്ള ചുമതലയാണ് വാഹിദിക്ക് ലഭിച്ചിരിക്കുന്നത്. 1970കളിൽ IRGC രൂപീകരിച്ച കാലം മുതൽ സേനയുടെ ഭാഗമായിരുന്ന നല്ല യുദ്ധപരിചയമുള്ള പഴക്കമേറിയ കമാൻഡർമാരെയാണ് പ്രധാന പദവികളിൽ മുജിതബ എത്തിച്ചിരിക്കുന്നത്. ശത്രുക്കൾക്കെതിരെ ശക്തമായ ആക്രമണാത്മക നീക്കങ്ങൾക്ക് സജ്ജരായിരിക്കാൻ മുജിതബ ഖമനേയി പുതിയ കമാൻഡർമാർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. IRGC മേധാവി മൊഹസൻ റസായിയെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. ഇറാന്റെ സുരക്ഷാ തലവനായി റസായിയെ നിയമിച്ചത് രാജ്യത്തിനുള്ളിലെ അധികാര സന്തുലിതാവസ്ഥയിലെ മാറ്റത്തെയാണ് കാണിക്കുന്നത്. പാർലമെന്റ് സ്പീക്കറും ചീഫ് നെഗോഷിയേറ്ററുമായ ഗാലിബാഫുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന മുൻ സുരക്ഷാ തലവൻ മുഹമ്മദ് ബാഗർ സോൾഖദാറിന് പകരമാണ് റസായിയെ ഖമനേയി നിയമിച്ചിരിക്കുന്നത്. US അടുത്ത ഘട്ട ചർച്ചകൾക്ക് ഇനി റസായി നേതൃത്വം നൽകിയേക്കും.